ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഠിക്കണം. എൻ്റെ മാത്സ് പരീക്ഷയാണ്. ഞാൻ 3 ദിവസമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ബട്ട് ഐ സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും ഗൈസ്. എനിക്ക് കുറച്ചൊക്കെ ട്യൂഷന് പോയപ്പോൾ എനിക്ക് മാഷ് പഠിപ്പിച്ചത്. സോ ഇറ്റ്സ് ഓൾ റൈറ്റ് സം ലെസൺസ്. പക്ഷെ ബയോളജിക്ക് ഞാൻ കിളി പോയി പറന്നിരിക്കുകയാണ്. പഠിച്ചിട്ടില്ല, ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു. പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. ഇത് ഞാൻ ഓർക്കുന്നത് എൻ്റെ കോലമാണ്, അത് അങ്ങനെയൊക്കെ എടുക്കുന്നത്. എന്തൊരു വൃത്തി. ഇത് ഞാനൊന്ന് അഴിച്ച് കെട്ടി ഞാൻ കുളിക്കണ്ട, സമയം പോയാലോ, എനിക്ക് പഠിക്കേണ്ടതല്ലേ. അപ്പം നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം. അപ്പം നമുക്ക് പഠിക്കാറിയാം, സെറ്റാക്കും. ഇപ്പം ഞാനൊരു നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. രസമുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ആണ്. മാത്സിൽ ഈ സാധനം കൈ അടയ്ക്കണം. മാത്സിൽ ഞാൻ പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം, അല്ലാണ്ട് ഇത് ഈ സിലബസ് മൊത്തം പഠിച്ചുണ്ടാക്കാൻ പറ്റത്തില്ലല്ല. അപ്പം ഞാൻ നോർമലി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാറ്. ഞാനപ്പം അത് ചെയ്യാൻ പോകണം. എനിക്ക് വയ്യ, ഇതൊക്കെ തീർന്നാൽ മതിയായിരുന്നു. മാത്സ് ആയിരുന്നു പരീക്ഷ. ഞാൻ 10th. അപ്പം എനിക്ക് മാത്സ് ആയിരുന്നു പരീക്ഷ ഫസ്റ്റ്. വളരെ രസകരമായ പരീക്ഷ. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യുന്നത്. നല്ല രസമുള്ള പരീക്ഷയായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ മീൻസ് 3 ദിവസം ഉണ്ടായിരുന്നു മൊത്തം. ഞാൻ സ്റ്റേറ്റ് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനൊന്നും അധികം അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഉഴപ്പി വിട്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഡേ രാവിലെയാണ് ഇരുന്ന് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ട്യൂഷന് പോയി. ട്യൂഷനൊക്കെ കഴിഞ്ഞൊരു ഇതായി. ട്യൂഷന് പോയി വന്നതിന് ശേഷമാണ് പിന്നെ പഠിച്ചത്. ഹലോ, ഞാൻ പഠിച്ച ചത്ര ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷന് പോയപ്പോൾ ഞങ്ങൾ കുറേ പഠിച്ചു. പിന്നെ കുറേ നേരം കളിച്ച് ചിരിച്ചിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞു. ഒരുവിധം ഞാൻ ഷഫിളായി. ബട്ട് എനിക്കിപ്പോഴും കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഈ സെമിസ്റ്ററാണോ അത് ഈ വർഷം തൊട്ടാണോ എനിക്കറിയാൻ മേല. ആ ഒരു സ്പാർക്ക് കിട്ടുന്നില്ല എന്തോ. ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്കാൻ കാരണം ഐ ലവ് ടു ഷെയർ വിത്ത് യു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബിലോ ഷെയർ ചെയ്യാം. പിന്നെ ഫസ്റ്റ് എക്സാം നാളെ. ആലോചിക്കുമ്പോഴേ എനിക്ക് ഒന്നും തോന്നുന്നില്ല. അതാണ് പ്രശ്നം. സീരിയസ്ലി ഫസ്റ്റ് എക്സാം എനിക്ക് ഒന്നും തോന്നുന്നില്ല. എനിക്കൊരു ഫീല് വരുന്നില്ല. എക്സാം ദിവസം എന്നാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്കൊന്നും പറയാനില്ല. സോ വി ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഫോണിലാണ് സാർ ഫുള്ള് ഫോണിലിട്ട് തരാം. അപ്പോൾ ഫോൺ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. സോ എനിക്ക് ഇത് യൂസ് ചെയ്യാണ്ട് പറ്റത്തില്ല. സോ എനിക്ക് സ്റ്റഡി ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ നോക്കി എപ്പോഴാണ് മുടക്ക് അത് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പീസ ബൈ.
എന്നിട്ട് കുറേ പഠിച്ചിട്ട് 7 മണിയായപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ തുടങ്ങി. എനിക്ക് പരീക്ഷയുടെ തലേന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും, എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ 8 മണിയായപ്പോൾ കിടന്നുറങ്ങി. സുഖമായിരുന്നു. 8 മണിയായപ്പോൾ കിടന്നുറങ്ങി. എൻ്റെ അങ്ങനെ ഫുള്ള് കഴിഞ്ഞില്ല. പിന്നെ ഞാൻ 3 മണിക്കാണ്ട് എണീറ്റു. ഞാൻ പിന്നെ കുറേ ഉറങ്ങിയോണ്ട് ഞാൻ നേരത്തെ എണീറ്റു. ഞാൻ ക്ലോക്കിൻ്റെ മാത്രം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചിരുന്ന് പഠിച്ച് ഞാൻ പിന്നെ കണ്ണാടി പോയി കുറച്ച് പട്ടിഷ കാണിച്ചു. അതാണ് നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ എൻ്റെ ഫസ്റ്റ് പരീക്ഷ തുടക്കം. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഞങ്ങളിപ്പോൾ മാത്സ് എനിക്ക് 3 ദിവസം മുടക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 3 ദിവസം മുടക്കുന്നു പഠിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ കണ്ണാടി വീഴുക. എനിക്കിപ്പോൾ കണ്ണാടി വെച്ചപ്പോൾ എന്നെ കാണാൻ ഭയങ്കര തോന്നി. അപ്പോൾ ഞാൻ കണ്ണാടി വീഴുക. അതൊക്കെ എൻ്റെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കെന്താ വലിയ ടെൻഷനൊക്കെ വന്നു. സോ എനിക്കെന്താ ഫസ്റ്റ് പരീക്ഷ കൊല്ലപ്പരീക്ഷ ഞാൻ എന്ത് കാണിക്കുന്നത് എനിക്കറിയാത്ത എന്താ പോലെ. ഫസ്റ്റത്തെ കഴിയുമ്പോൾ ആവേശം കഴിയുമ്പോൾ എൻ്റെ ഫസ്റ്റത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് 2 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ വരാൻ. അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്ന ഗൈസ്. ഞാൻ ഈ പരീക്ഷ സീരീസ് ഫുൾ ഒരു വീഡിയോ ആക്കാനാണ് എൻ്റെ തീരുമാനം. എന്താന്നില്ല പരീക്ഷയ്ക്കൊക്കെ ഞാൻ ലുക്കയിൽ ഒരു കുരു വന്നിട്ടോ. എന്നെ നേരിട്ട് കാണുമ്പോഴും കണ്ണാടി കാണുമ്പോഴും വേറെ ലുക്ക്. അതെങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് നേരത്തെ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കിറുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആ കണ്ണാടി കിടന്ന് കാണിക്കുന്നത്. ഒന്ന് പല്ല് വയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം നല്ലോണം കുറേ നേരം പട്ടിഷയൊക്കെ കാണിച്ചു. എൻ്റെ ഒരുവിധമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ ഇക്വേഷൻസ് സോളിഡ്സ് ആണ് പാഠത്തിൽ കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സൈലത്തിൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഫു സാറിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നല്ല ക്ലാസ്സായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ പരീക്ഷ ഭയങ്കര എന്തോ പോലെയായിരുന്നു. മീൻസ് നോർമൽ പാറ്റേൺ അല്ലായിരുന്നു. അതിൻ്റെ റിവ്യൂ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് വീണ്ടും പഠിപ്പ് തന്നെ. 2ാമത്തെ ദിവസം നമ്മുടെ ഇംഗ്ലീഷ് എക്സാം കറക്റ്റ് അടുത്ത ദിവസമായിരുന്നു. അപ്പോൾ മാത്സ് എങ്ങനെയായിരുന്നു എല്ലാവർക്കും? എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുഴപ്പമില്ല വെച്ച് കഴിഞ്ഞാൽ നോക്കിപ്പോയ ക്വസ്റ്റ്യൻസിൽ നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല. സീരിയസ്ലി പറയുകയാണെങ്കിൽ നോക്കിപ്പോയ ക്വസ്റ്റ്യൻസ് ഒരു കുന്തം വന്നിട്ടില്ല. എവിടെ നോക്കിയോ എടുത്ത ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ കുറേയൊക്കെ എനിക്ക് അത്യാവശ്യം ടഫായിട്ട് തോന്നി. കാരണം എന്തിനാടെ നിങ്ങൾ അരിത്തമാറ്റിക് സീക്വൻസ് ഒക്കെ എടുത്തുന്നത്? അതൊക്കെ എപ്പോൾ പഠിച്ചതാ? അതൊക്കെ എടുത്തിട്ടേക്കണം. രസമായിരുന്നു. ഞാനിവിടെ പഠിച്ചൊരു അധികാരിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. പറയാം അടിപൊളിയായിരുന്നു. ഇഷ്ടമായിരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ കണ്ട ലൈവ് ഫുള്ള് കണ്ടു. ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷെ ചിലതിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ. പിന്നെ എൻ്റെ മമ്മി ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് മുൾക്കിരിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വെച്ച് കാണിച്ചില്ല. ഇത് മമ്മി ഉണ്ടാക്കിയത്. ഇതെനിക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എന്നുണ്ടാകും. പക്ഷെ എനിക്കിവിടെ ആരും പറഞ്ഞില്ല. കണ്ടാ തൂവലൊക്കെ ഉണ്ട്. തൂവലല്ല ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പഠിക്കാം. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ട്യൂഷന് പോയി വന്നിട്ട് കുറച്ച് നേരം. അപ്പം പഠിച്ചിട്ട് വരാം ഗൈസ്. ബൈ.